വിനയ, ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നില്ല. കേൾക്കാതിരിക്കാൻ ഞാൻ എന്താ പൊട്ടനോ? എനിക്ക് കേൾക്കാം. എന്നിട്ടെന്താ നീ അങ്ങോട്ട് വന്നൊന്ന് കാര്യങ്ങൾ തിരക്കാത്തെ? അവരെ ഒന്ന് തിരിഞ്ഞു നോക്ക പോലും ചെയ്തില്ലല്ലോ. ഞാൻ വന്ന് നോക്കി അതുങ്ങൾ കരച്ചിൽ നിർത്തുവോ? സൗകര്യമില്ലാന്ന് വെച്ചാ. എന്നാലും നിന്റെ മക്കളല്ലേ, നിന്നെയൊക്കെ വളർത്തി വലുതാക്കാൻ നേരം നിന്റെ അമ്മയും അച്ഛനും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നെങ്കിലോ? എടാ, ആ കുഞ്ഞുങ്ങൾക്ക് നല്ല പനിയുണ്ട്, അവരെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോണ്ടേ? നടക്കില്ല. അവരെ ഈ വീടിന്റെ പടിക്ക് പുറത്തിറക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ മരുന്നിരിപ്പുണ്ടല്ലോ, അതെടുത്ത് കൊടുത്താൽ മതി. ഡോക്ടറെ കാണിക്കാതെ കുഞ്ഞുങ്ങൾക്ക് തോന്നുന്ന മരുന്നൊന്നും കൊടുക്കാൻ പറ്റില്ല. നീ ഓരോന്ന് പറയാൻ നിൽക്കാതെ വേഗം ആശുപത്രി കൊണ്ടുപോകാൻ നോക്ക്. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? എനിക്കിനി ആകെയുള്ളൊരു പിടിവള്ളി വിറ്റകളാ. ഇതുങ്ങളെ പുറത്തിറക്കിയ അവകാശം പറഞ്ഞ് കൂടളകിയ പോലെ ഓരോരുത്തരെ കൊണ്ട് വരും. അതൊന്നും പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. കൊച്ചുങ്ങൾക്ക് വയ്യാതായ മരുന്ന് വാങ്ങിക്കണ്ടേ? അതിന് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയ ആര് വന്ന അവകാശം പറയാനാ? ചീരു വന്ന് തടയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചീരുമല്ല, ആര് വന്നാലും ഞാൻ ഇതുങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ഇവരെ അവർക്ക് കിട്ടിയാ പിന്നെ എനിക്കൊന്നും ഉണ്ടാവില്ല. അവള് ആദ്യം ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ച് ഇങ്ങോട്ട് തരട്ടെ, അതിന് ശേഷം ഇതിനൊക്കെ എങ്ങോട്ടാന്ന് വെച്ചാൽ എടുത്തോണ്ട് പോട്ടെ. അതുവരെ ഈ പടി വെട്ടി ഇതുങ്ങളെ ഇറക്കാവുന്ന ആര് കരുതണ്ട. നിനക്ക് ഭ്രാന്താവിനെയാ? എന്താ പറയുന്നതെന്നോ ചെയ്യുന്നതെന്നോ എന്തെങ്കിലും ബോധമുണ്ടോ നിനക്ക്? അതെ, എനിക്ക് ഭ്രാന്താണ്. എന്റെ ചുറ്റും നിന്ന് ഓരോന്ന് പറഞ്ഞ് അത് കൂട്ടാനാരും ശ്രമിക്കണ്ട. എല്ലാം ഞാൻ നശിപ്പിച്ചോളെ. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. അഭിപ്രായം പറയാൻ നടക്കുന്നു. ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് എന്റെ ജീവിതം ഈ അവസ്ഥയിലാക്കി. ഇപ്പോഴും ആർക്കും ഒന്നും മതിയായിട്ടില്ല അല്ലേ? എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ആരും അതിൽ ഇടപെടാൻ വരണ്ട. മോശങ്ങള്